ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ദ വാക്കിംഗ് ഡെഡ് സീസൺ 1 അതെ ഗൈസ്, ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഒരു വെറുതെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഉണ്ടോ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അവർ ഗൂഗിളിൽ പറഞ്ഞൊരു ഗെയിമാണ് ഈ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞത്. സീസൺ 1 സീസൺ 2 ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ സീസൺ 1 ആണ് കളിക്കാൻ എടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് എന്തായാലും കളിച്ചു തുടങ്ങാം ഗൈസ്. ഞാൻ ഫുള്ള് പറഞ്ഞ സമയം കളയുന്നില്ല. പിന്നെ ആദ്യമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് നമ്മൾ എപ്പിസോഡ് 1 ന്യൂ ഡേ ആണ് കളിക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ കളിച്ചില്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആയിട്ട് കളിക്കാമെന്ന് വെച്ച് എങ്ങനെ ഉണ്ടോ നോക്കാം. ഓക്കെ, സ്റ്റോറി മോഡ് ഗെയിമാണ് ഞാൻ സെർച്ച് ചെയ്തത്. അപ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഒരു സിനിമയുടെ തുടക്കമൊക്കെ ആണെങ്കിൽ ഇൻട്രോ ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ആ സൗണ്ട് ഇങ്ങനെ കുറവിൽ നിന്ന് ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഗൈസ്. ഏകദേശം ഒരു സിനിമയുടെ ഇൻട്രോണൊക്കെ വന്നിട്ടുണ്ട്. വാക്കിംഗ് ഡെഡ് കൊള്ളായിരുന്നു ഗൈസ് ആ ഇൻട്രോ. ഇതാണോ ഗെയിം ഗൈസ്? ഇതെന്തൊരു ടി വിക്കകത്ത് സിനിമ ആണെന്ന് എനിക്ക് എഴുതി കാണിക്കുന്നത്. ഈ സിനിമ വല്ലതും ആണോ ഗൈസ്? ഒരു മിനിറ്റ് ഗൈസ്, സൗണ്ട് കൂടുതൽ എനിക്ക്. മറ്റേ നമുക്ക് മീഡിയ സൗണ്ട് തന്നെ ഉറച്ചു വെക്കണം. ഗൈസ് നമുക്ക് കാണാം. ഗൈസ് ആരാണ്ട് ജയിലിൽ പിടിച്ചോണ്ട് പോകാന്ന് ഗൈസ്. എന്താ സ്റ്റോറിയാന്ന് പറയുന്നത് എനിക്കറിയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത് എനിക്ക്. ഓക്കെ, ഒരു പോലീസുകാരുണ്ട്, കള്ളൻ പിടിച്ചോണ്ട് വന്നു. നമുക്ക് കാണാൻ ഗൈസ് കഥ. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. Well, I reckon you didn't do it then. എന്താണ്ട് പറഞ്ഞു ഗൈസ്, നമ്മളെ ചോദിച്ചേക്കുന്നത് നീയൊന്നും മനസ്സിലായില്ല. ഏതോ ഒരു ഭാഷ പറഞ്ഞു. എന്തായാലും ഞാൻ I've driven a bunch of fellas down to this prison. Lord knows how many. Usually it's about now I get the I didn't do it. And what do you say? എനിക്കറിയാം I say, yep, I know you didn't. ഇതാണോ കഥ? അത് കഴിഞ്ഞ് നമുക്ക് വല്ല മിഷൻസ് ഒക്കെ ചെയ്യാനുണ്ടോ? എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ടച്ച് ടു ഡ്രാഗ് ആൻഡ് ലുക്ക്, സ്മോൾ ഐക്കൺ. I followed your case a little bit. You being a making boy. ബട്ടൺ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനെല്ലാം ആയി തന്നെ കൊടുത്തുവിടുക. Came up to Atlanta to be a city cop in the 70s. I always wanted to work a murder case, like that senatorial mess you got yourself mixed up in. With all due respect. A real shame, that is. പോലീസ് വണ്ടി പോയി. Hell, the whole family used to be regulars at your folks' drugstore right in downtown. Still there? Sure is. Good. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് ഗൈസ്. Any of that seem important to you? All of it. That box never shuts up. Sit in this seat and pay too much attention and you'll drive yourself crazy. I got a nephew up at UGA. You teach there long? Going on my 6th year. You meet your wife in Athens? You want to know how I see it? എന്താണ് സപ്പറത്തോടെ പോലീസ് വണ്ടിയൊക്കെ പോകുന്നത്? ഇപ്പം പോലീസ് വണ്ടിക്കകത്തിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്? Regardless, could be you just married the wrong woman. ഇതൊരുമാതിരി ക്വസ്റ്റ്യൻ ആൻസർ ആയി പോകുന്നല്ലേ. You'll have to learn to stop worrying about things you can't control. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടോ? കുറെ നേരം പോലീസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. I'm driving this man once. He was the worst one. He wouldn't stop going on about how he didn't do it. He was an older fella, big soft eyes behind a pair of smart folk glasses. And he just wailing back there. Says it wasn't him. Crying and snotting all over right where you're sitting. Then before long, he starts kicking the back of the seat like a fussy baby on an airplane. I'm telling him he's got to stop. That's government property, and I'll be forced to zap him otherwise. So he stops, and having exhausted all his options, he starts crying out for his mama. Mama, it's all a big mistake. It wasn't me. Man? Not even close. They caught the fucker red-handed.
stabbing his wife, cutting her up as the boys came through the door. He sits in my car screaming bloody murder that it wasn't him. I think he actually believed it himself. It goes to show, people will up and go mad when they believe their life is over. I got another good one for you. This one's a little bit less depressing and a bit more hilarious, if I do say so. This other time... Guys, okay, ഇവിടാണ് കഥ തുടങ്ങുന്നത് തോന്നുന്നു. ഇവിടുന്ന് കഥ തുടങ്ങുന്നെങ്കിൽ അത് മാറും. ഇതെന്ത് പിന്നെ നമ്മൾ എഴുതി കാണിക്കുന്നതിനകത്ത് തന്നെ വന്നോ, ഇത് കഥയാണോ അതോ നമ്മൾ സോംബി ഗെയിമാണോ ഇത്? വയസ്സ് സോംബി ഗെയിമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ചുറ്റും നമ്മുടെ ചുറ്റും സോംബിയൊക്കെ നിൽക്കുന്ന വയസ്സ്. വാട്ട് ഹസ് ഹാപ്പൻഡ്? അല്ലാതെ കൊള്ളാമല്ലോ. പക്ഷെ നമ്മൾ മരിച്ചോ? എനിക്കറിയാൻ വയ്യ. കണ്ണു തുറക്കുന്നു, അടയ്ക്കുന്നു, അത് വീണ്ടും അവനെ കാണിച്ച്. ഇത് കളിക്കാൻ പറ്റുമെങ്കിൽ നൈസാണ് ഗൈസ്. നമ്മളിവിടെ സർവൈവ് ചെയ്ത് നടക്കാമായിരുന്നെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് ഒരു സിനിമയ്ക്കകത്ത് കാർട്ടൂൺ വരച്ച് മറ്റേ നമ്മുടെ ഇത് വരയ്ക്കത്തേക്ക് കാർട്ടൂൺ വരച്ച് ചെയ്യുന്ന കൊണ്ട് സിനിമ പോകുന്നതാണ് കൊണ്ട് നമുക്കിനകത്തൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ പോലീസുകാരൻ അവിടെ കിടപ്പുണ്ട്. എന്തുവാ യു കാനോട്ട് ടച്ച് ആൻഡ് ട്രാക്ക്. Okay, around arrows. Maybe it was tossed from the car during the wreck. വിൻഡോ നമ്മൾ വിൻഡോയിലോട്ട് പൊളിക്കണം ഗൈസ്. അതാ കളിക്കാൻ പറ്റൂടാ. ഞാൻ അനുസരിച്ച് ആ വിൻഡോ പൊട്ടുന്നത്. I need to drag myself out that window. I need to drag myself out that window. നമുക്കിവിടെ ചാടണം ഗൈസ്. എടാ കീറിപ്പോടാ മുറിഞ്ഞ് ക്ലാസ് പൊട്ടിയിരിക്കൂടാ ഗൈസ്. നമ്മൾ ഏതോ കൊക്കയിലോട്ടെങ്ങാണ്ടാണ് ഗൈസ് വീണത്. നോക്ക് കിടക്കുന്നത് മറ്റെങ്കിലും മരിച്ചു ഗൈസ് പോലീസുകാരെ. നമുക്ക് നടക്കാൻ പോലും വയ്യ. നമ്മൾ ഇഴഞ്ഞിഴഞ്ഞ് പോവാണ് ഗൈസ്. എവിടോട്ടാ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. നമ്മളെ ഷോട്ട് ഗൺ എടുത്തിട്ടുണ്ട് ഗൈസ്. കാരണം നമുക്ക് വല്ല സോംബീസ് വല്ലതും വരികയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. It'll be easier to carry with these cuffs off. ഷോട്ട് ഗൺ എടുത്തില്ല. നമുക്ക് എന്തായാലും ആ ഓഫീസർ ലുക്ക് ചെയ്യാം ഗൈസ്. God damn. ലുക്ക് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. നമുക്ക് നേരെ നിൽക്കാനൊന്നും ഇരിക്കാനൊന്നും വയ്യ ഗൈസ്. എല്ലാം മുറിഞ്ഞ് വാരിയിരിക്കുക, കൊക്കയിലൊക്കെ വീണിട്ട്. നമുക്ക് ഷോട്ട് ഗണ്ണിൻ്റെ ഷെല്ല് കിട്ടി. നമുക്കിനി ഷോട്ട് ഗണ്ണ് പിന്നെ എടുക്കുന്ന സാധാരണ തന്നെ സാറേ തിരിച്ചിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഈ ഗെയിമോട്ട് മനസ്സിലാവും. മറ്റേ ജോയിസ്റ്റിക്ക് സാധനമൊന്നുമില്ല. അതിനല്ലേ ഇവിടെ ഷെല്ല് എടുത്ത ഷോട്ട് ഗണ്ണിൻ്റെ. ഓ കപ്സോ. അപ്പം നമുക്ക് അത് മാറ്റണം ഗൈസ്. ഓ ഓക്കെ, ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റും ഗൈസ്. ഞാൻ ഓക്കെ ജോയിസ്റ്റിക്ക് ഇല്ലെന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. നമ്മളതായാലും ഓഫീസർ അടുത്തോട്ട് പോയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഓക്കെ ഗൈസ്. ഓക്കെ ഇച്ചിരി അടുത്തോട്ട് വന്നാൽ മതി, സാധനം എടുക്കാൻ പറ്റും. ഓക്കെ നമ്മൾ കീസ് എടുത്തു. നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നു ഗൈസ്. നമ്മൾ ഹാൻഡ് കഫ് അൺലോക്ക് ചെയ്തു ഗൈസ്. എന്താണ് തറയൊക്കെ തറാപ്പനത് ഗൈസ്? എന്താ ഇപ്പം എന്തോ സംഭവിക്കുന്നില്ല. നല്ല സൗണ്ടൊക്കെ മാറുന്നുണ്ട്. ഓക്കെ ഹാൻഡ് കഫ് അയച്ചു. ഒരെണ്ണം കഴിക്കാൻ. ഓക്കെ നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യണം ഗൈസ്. എന്തോ ഓഫീസർ സോബിയ ഗൈസ്. ഷോട്ട് ഗൺ എടുക്കുന്നില്ല. പൊന്നു ബ്രോ, ലോഡി ബ്രോ. ഒന്നും പേടിച്ചിട്ടാ ചെല്ലൊക്കെ എടുത്ത് എറിഞ്ഞു ഗൈസ്.
നമ്മളോടി വെച്ച് ഭയങ്കര തല ചിതറിപ്പോയി. ഗൈസ് നമ്മളെ ഓഫീസറെ കൊന്നു ഗൈസ്. നമുക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്താണ്ടുണ്ട് ഗൈസ്. അവിടെ ആരാണ്ട് നിപ്പുണ്ടായിരുന്നു ഗൈസ്. എന്ത് സംഭവം അറിയത്തില്ല. പിന്നെതാണ്ട് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് നോക്കാം. ഇവിടെ എണ്ണീക്കുന്നുണ്ടാവും എന്താണെന്ന് അറിയത്തില്ല. എവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടാ? ആ ഓക്കെ ഓക്കെ അതിൻ്റെ പുറകെ ആണ് ഗൈസ്. സോംബി വരുന്നു ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടണം. പക്ഷെ നമുക്ക് ഓടാൻ പറ്റത്തില്ല. ഏതോ സോംബിയുള്ള കാട്ടിലെങ്ങാണ്ടായിരുന്നു അവരുടെ തീരുമാനം. കൈ നോക്കി അമ്മനെ കുറിച്ച് വെയ്യാത്ത കാലങ്ങളാണ് മതിരിയാടി. ഒരു സീനായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേ കഴിച്ചു. അതാണ് അവർ ഗെയിം ആക്കിയേക്കുന്നത്. എന്ത് സംഭവിക്കും? എന്തായാലും നമുക്ക് നമ്മുടെ ഗെയിം ഇവിടെ വെച്ച് നൈസിന് നടത്താൻ കഴിയും. നമുക്ക് ടൈം 10 മിനിറ്റ് വെച്ചാണ് വീഡിയോ ഇടുന്നത്. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ കാണും. അപ്പോൾ എല്ലാവരും സെക്കൻഡ് പാർട്ടിനും തേർഡ് പാർട്ടിനൊക്കെ വേണ്ടി കാത്തിരിക്കുക ഗൈസ്. നമ്മൾ ഇടുന്നതായിരിക്കും. ഇനി എന്ത് സംഭവിക്കുമെന്നും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും. ഈ എപ്പിസോഡ് മാത്രമല്ല ഗൈസ്, ഇനി കുറേ എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ടുണ്ട്. ഇതിൻ്റെ സീസൺ 2 ഉണ്ട്. എന്താ സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ മീ ആൻഡ് ഗഡക് സൈനിങ് ഓഫ് ഗൈസ്.